ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു അടിപൊളി ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് നിങ്ങൾക്ക് വാട്സപ്പിൽ സ്റ്റാറ്റസ് ആയിട്ട് വെച്ച് നിങ്ങൾക്ക് ഫ്രണ്ട്സിനൊക്കെ ഞെട്ടിക്കാൻ വേണ്ടി പറ്റും. അത് ഞാൻ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാം. വാട്സപ്പിലും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ നിങ്ങൾക്ക് ഫ്രണ്ട്സിനെ ഞെട്ടിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു ഓപ്ഷനാണ് ഞാൻ പറഞ്ഞിരുന്നത്. നിങ്ങൾ വാട്സപ്പിലും ഇൻസ്റ്റാഗ്രാമിലും അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇതിന് പ്രത്യേകമായിട്ട് ചാറ്റ് GPT വേണം. ചാറ്റ് GPT ഇല്ലാത്തവരാണെങ്കിൽ ഞാനൊരു കാര്യം പറഞ്ഞുതരാം. നിങ്ങളൊന്ന് പ്ലേ സ്റ്റോർ ഒന്ന് ഓപ്പൺ ചെയ്യുക. നേരെ സെർച്ച് ഓപ്ഷനിൽ പോയിട്ട് നിങ്ങളൊന്ന് ചാറ്റ് GPT ഒന്ന് സെർച്ച് ചെയ്യുക. ഇല്ലാത്തവരാണെങ്കിൽ ഇൻസ്റ്റാൾ കൊടുക്കുക. ഉള്ളവരാണെങ്കിൽ നിങ്ങളൊന്ന് അപ്ഡേറ്റ് ചെയ്യാൻ മറന്നു പോകരുത്. ചാറ്റ് GPT ഒന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ നേരെ തന്നെ അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ അപ്ഡേറ്റ് വരും. ഇവിടെ അപ്ഡേറ്റ് ഉണ്ട്. ഞാനൊന്ന് അപ്ഡേറ്റ് ചെയ്തു. ജസ്റ്റ് സെക്കൻഡ് വെച്ച് അപ്ഡേറ്റ് ആവും. അപ്ഡേറ്റ് ആയി കഴിഞ്ഞിട്ട് നേരെ ചാറ്റ് GPTയിലേക്ക് കയറാം. ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞാൽ നിങ്ങൾ അതുപോലെ ഒന്ന് ചെയ്തിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഒക്കെ നിങ്ങൾക്ക് ഞെട്ടിക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ഇവിടെ ചെയ്യേണ്ടത്, നിങ്ങൾ ആദ്യം ഒന്ന് ഈ ഒരു പ്ലസ് മാർക്ക് കാണുന്നില്ല, ആ പ്ലസ് മാർക്കിൽ ക്ലിക്ക് ചെയ്താൽ നേരെ നമ്മുടെ ഗാലറിയിലേക്കാണ് പോകുന്നത്. ഫോട്ടോസിൽ ക്ലിക്ക് ചെയ്താൽ ഗാലറിയിലേക്ക് പോകും. ഗാലറിയിൽ നിന്ന് നിങ്ങളുടെ ഒരു ഫോട്ടോ, നിങ്ങൾക്ക് നിങ്ങളുടെ ഫോട്ടോ ഒന്ന് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടെ വേണ്ടപ്പെട്ടവരുടെ ഫോട്ടോ സെലക്ട് ചെയ്യാം. അത് സെലക്ട് ചെയ്തിട്ട് നേരെ ഇവിടേക്ക് വരും അല്ലേ, ചാറ്റ് GPTയിലേക്ക് വന്നു. ഇവിടെ നമുക്ക് താഴെ നമ്മളൊരു പ്രോംപ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. പ്രോംപ്റ്റ് ഒന്നുമില്ല, ജസ്റ്റ് ഒരു സെന്റൻസ് ഇവിടെ ടൈപ്പ് ചെയ്താൽ മതി. അതൊന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞെട്ടിക്കാൻ പറ്റുന്ന രീതിയിൽ അടിപൊളി ഒരു ഓപ്ഷനാണ് നമുക്കിവിടെ പറയാൻ പോകുന്നത്. ഇവിടെ നമുക്ക് ആ ഒരു ഓപ്ഷൻ ഞാൻ പറഞ്ഞത് എന്താണ് ടൈപ്പ് ചെയ്യേണ്ടത്. ക്രിയേറ്റ് ടൈപ്പ് ചെയ്യുക. ക്രിയേറ്റ് എ, നിങ്ങളൊന്ന് കറക്റ്റ് ആയിട്ടൊന്ന് ടൈപ്പ് ചെയ്യുക, സ്പെല്ലിംഗ് തെറ്റാതെ. ക്രിയേറ്റ് എ കാരിക്കേച്ചർ, ക്രിയേറ്റ് എ കാരിക്കേച്ചർ നിങ്ങളൊന്ന് ടൈപ്പ് ചെയ്യുക. ക്രിയേറ്റ് എ കാരിക്കേച്ചർ about me, create a caricature about me at news reader എന്ന് കൊടുക്കാം. create a caricature about me at as a news reader at Manorama News. ഇത്ര കൊടുത്താൽ മതി, അല്ലെങ്കിൽ മനോരമ ന്യൂസ് ചാനൽ, ഇത് മാത്രം കൊടുത്താൽ മതി. അതിനുശേഷം താഴെ കാണുന്ന ഏറോ മാർക്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടി പോകും. അടിപൊളി ഒരു ഓപ്ഷനാണ് ഞാൻ ഇവിടെ കാണിച്ചത്. ഇപ്പൊ എല്ലാം ട്രെൻഡിങ് ആയി നിൽക്കുകയാണ്, കണ്ടില്ലേ. നമ്മൾ മനോരമ ന്യൂസിൽ നമ്മളൊരു ന്യൂസ് റീഡർ ആയിട്ട് വായിക്കുന്ന രീതിയിലുള്ള ഒരു കാരിക്കേച്ചർ ആണ് വന്നിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് ജസ്റ്റ് മേലെ കാണുന്ന ആ സേവ് ഓപ്ഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ജസ്റ്റ് ഒന്ന് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഗാലറിയിലേക്ക് വരും. അവിടെ നിന്നുകൊണ്ട് നിങ്ങൾക്ക് ഇത് ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ ഏത് വാട്സപ്പിൽ വരും. ഞാൻ ഇവിടെ വാട്സപ്പ് കാണിച്ചു തരാം. വാട്സപ്പിൽ ജസ്റ്റ് ഒന്ന് സ്റ്റാറ്റസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗാലറിയിൽ നിന്ന് ആ ഫോട്ടോ അതിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കാണുന്ന ഫ്രണ്ട്സ് ഒക്കെ ഞെട്ടി പോകുന്നത്. എങ്ങനെയാണ് ഇത് ക്രിയേറ്റ് ചെയ്തത് നിങ്ങളോട് ചോദിക്കും. എല്ലാവരും ഒന്ന് ചെയ്തു നോക്കാൻ